الحمد لله رب العالمين. الحمد لله الذي أنزل من السماء ماء بقدر. سبحانه جعل لنا الليل لباسا والنوم سباتا وجعل النهار نشورا وأنزل لنا بقدرته من السماء ماء طهورا. نحمده سبحانه بما هو له أهل من الحمد ونثني عليه ونؤمن به ونتوكل عليه. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله خير مؤمن بالله. اللهم صل وسلم وبارك عليه وعلى آله وأصحابه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد فأوصيكم عباد الله بتقوى الله عز وجل جلاله فاتقوا الله حق تقاته تكونوا من الفائزين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഹജ്ജ് കർമ്മം കഴിഞ്ഞു. ദുൽഹജ്ജ് 13 അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിനത്തിൽ മിനയിലെ ജംറാത്തുകളിൽ കല്ലെറിഞ്ഞ് ഹാജിമാർ മിന വിട്ടു. ഇപ്പോൾ അവർ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നു. 21 ലക്ഷത്തിലധികം ആളുകൾ ഈ വർഷം ഹജ്ജിൽ പങ്കെടുത്തു എന്ന് ഒരുപാട് നിയന്ത്രണങ്ങൾക്കൊടുവിൽ എന്നാണ് റിപ്പോർട്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജ് ഉദ്ദേശിച്ച് ഈ ഭവനത്തിൻ്റെ പരിസരത്ത് അപരിശുദ്ധമായ സ്ഥലങ്ങളിൽ വരുന്നു, താമസിക്കുന്നു, കർമ്മങ്ങൾ നിർവഹിക്കുന്നു, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓരോ വർഷവും വിവിധങ്ങളായ മുസ്ലിം സമുദായം അധിവസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുടെ എണ്ണപ്പെരുക്കത്തെ വിലയിരുത്തിക്കൊണ്ട് ഹജ്ജ് നിർവഹിച്ച ഇത്രയും ആളുകൾ ഓരോ പ്രദേശത്തും ഉണ്ടായിരിക്കെ അതിനനുസൃതമായ അനുഗുണമായ മാറ്റങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതത്തിലും അവർ അധിവസിക്കുന്ന ഇടങ്ങളിലെ സാമൂഹ്യ ക്രമത്തിനകത്തും പ്രകടമാകാതെ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് വിലയിരുത്തലുകൾ ഇസ്ലാമിക ലോകത്ത് ഉണ്ട്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും സമകാലിക പണ്ഡിതന്മാരും ഈ വിഷയത്തെ വളരെ വേദനയോടുകൂടി നമ്മുടെ ചിന്തയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി, വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നസ്സുകളെ, പ്രമാണങ്ങളെ, തെളിവുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം, ഒരു ഒത്തുകൂടൽ, അള്ളാഹു വിളിച്ചുകൂട്ടിയ, അള്ളാഹു സംഘാടകനായിട്ടുള്ള ഒരു സമ്മേളനം, ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കെ അതിനനുസൃതമായ ഗുണപരമായ മാറ്റങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതത്തിലും അവർ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ അവരോട് ഒത്തുജീവിക്കുന്ന ആ ആളുകൾ ഉൾക്കൊള്ളുന്ന സാമൂഹ്യ ക്രമത്തിനകത്തും സംഭവിക്കുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അത്തരം ചില ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾ നമ്മിലും നമ്മുടെ സാമൂഹ്യ ക്രമത്തിനകത്തും ഏത് അർത്ഥത്തിലുള്ള സ്വാധീനങ്ങളാണ് ചെലുത്തേണ്ടത് എന്നതിനെക്കുറിച്ച ഒരു ചർച്ചയും ചിന്തയും അവബോധവും കാഴ്ചപ്പാടുമൊക്കെ മുസ്ലിം സമുദായത്തിനുണ്ടാവുകയുള്ളൂ. അവിധം ഈ വിഷയത്തെക്കുറിച്ച് ഏറെ കൃത്യതയോടെ വിശകലനം ചെയ്ത ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്രാഹിം ബിൻ ഷായർ ബിൻ അബ്ദുള്ള അൽ ഹക്കീൽ. സൗദി പണ്ഡിത സഭയിലെ ഒരു പ്രഗത്ഭനായ വ്യക്തിത്വം.
നാനാഭാഗത്തു നിന്നും അവിടേക്ക് ഹജ്ജിന് വരുന്ന ആളുകളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്തതിന് ശേഷം അവരധിവസിക്കുന്ന ഏകദേശം മുസ്ലിമീങ്ങളുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു അവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിശ്വാസക്രമം, ആചാരം, അനുഷ്ഠാനം, ജീവിത രീതി, സംസ്കാരം, അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ആ സാമൂഹ്യക്രമത്തിലെ ക്രിമിനൽ കുറ്റങ്ങളിൽ മുസ്ലിം സമുദായത്തിൻ്റെ പങ്കാളിത്തം എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വളരെ വേദനയോടെ അദ്ദേഹം പറയുന്ന ഒരു നിരീക്ഷണമാണ് ആമുഖമായി മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ എഴുതി: ലഖദ് റസഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോലം കെട്ട ഹജ്ജ് നടന്നിരുന്ന മക്കയിലെ ആ ജാഹിലിയത്തിലെ ഹജ്ജിനെ മാറ്റിയിട്ട് ഇസ്ലാമിലെ ശരിയായ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹജ്ജിനെ പുനഃസംവിധാനിച്ചു. അത് തിരുനബി ചെയ്ത പ്രവർത്തനമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസഖ റസൂലുള്ളാഹി ദൃഢീകരിച്ചു, ദൃഢമായി സ്ഥാപിച്ചു തൗഹീദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, വഇഫ്റാദിഹി ബിൽ ഇബാദ, അനുസരണവും വിധേയത്വവും വണക്കവും വഴക്കവും ആരാധനയും അള്ളാഹുവിന് മാത്രമേ ആകാവൂ എന്ന യാഥാർത്ഥ്യവും അവിടെ സ്ഥാപിച്ചെടുത്തു. ഫിൽ ഹജ്ജി അഅ്ളമ തർസീഹ്, ഹജ്ജിൻ്റെ ആ സന്ദർഭങ്ങളും ഇടങ്ങളും കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ദൃഢീകരിക്കൽ, അഥവാ സുസ്ഥാപിതമായ രീതിയിൽ ശിർക്കൻ ക്രമത്തിൽ നിന്ന് കഅബാലയത്തെ വിമോചിപ്പിച്ച് സഫ മർവ ഉൾപ്പെടെ ഹജ്ജിൻ്റെ ഇടങ്ങളായും പിന്നീട് അറഫ മിന മുസ്ദലിഫ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ശിർക്കിൻ്റെയും അംശങ്ങളെ, പൊങ്ങി നിൽക്കുന്ന ഖബറുകളെ ഒക്കെ ഇല്ലാതാക്കിയിട്ട് മൊത്തം ശുദ്ധീകരിച്ച് തൗഹീദിൻ്റെ ശരിയായ ക്രമത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ എങ്ങനെയാണോ ഹജ്ജിനെ ശരിയായി സംവിധാനിച്ചത് അതേ ക്രമത്തിൽ കുഴ തെറ്റിയ ഹജ്ജിനെ കുഴയിൽ പുനഃസംവിധാനിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വവല്ലഹ മആലിമ തൗഹീദ് ഫീ മനാസികിൽ ഹജ്ജ് അക്മല തൗലീഹ്, ഹജ്ജിൻ്റെ എല്ലാ മനാസിക്കുകളും കർമ്മങ്ങളും, അത് നടക്കുന്ന ഇടം, അവിടെ നടക്കുന്ന കർമ്മം, അത് സംഭവിക്കുന്ന ദിനം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിലെ ഉൾക്കൊള്ളുന്ന തൗഹീദിനെ അദ്ദേഹം വളരെ തൗഹീദിൻ്റെ അടയാളങ്ങളെ സവിശേഷ മആലിമ തൗഹീദ്, തൗഹീദിൻ്റെ അടയാളങ്ങളെ വല്ലഹ നേരെ ചൊവ്വെ കൃത്യമായി അക്മല തൗലീഹ് ശരിക്ക് വ്യക്തമാക്കി കൊടുത്തു. ഒരു സംശയവുമില്ലാത്ത വിധം ഹജ്ജ് തിരുനബിയിൽ നിന്ന് പഠിക്കാം. അങ്ങനെയാണ് ഓരോ ദിനത്തെയും കർമ്മങ്ങൾ, ഓരോ ഇടത്തെയും കർമ്മങ്ങൾ, ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം, ദിനത്തിൻ്റെ പ്രാധാന്യം, ആ കർമ്മത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആന്തരാർത്ഥം, അതിൻ്റെ അകംപൊരുൾ എല്ലാം കൃത്യമായി വളരെ വ്യക്തമായി പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, പക്ഷേ ഇന്ന് ചില മുസൽമാന്മാർ ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട്, വർഷാവർഷം ഹജ്ജിന് പോകാൻ ആളുണ്ട് നമ്മുടെ സാമൂഹിക ക്രമത്തിനകത്ത്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെ പരീക്ഷിക്കപ്പെട്ടു? ആദമ ഫാഹിമിത്തിൽ കലുമൂർ, ഈ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല, ഈ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നില്ല. എന്നല്ല ഫഖദ് യുഅദ്ദൂനൽ ഹജ്ജ്, അവർ ഹജ്ജ് നിർവഹിക്കുന്നു. ലാകിൻ ലിൽഅസഫ്, പക്ഷേ ഏറെ ദുഃഖകരമായ സംഗതി, യർജിഊന ഇലാ ബുൽദാനിഹിം വഔതാനിഹിം, അവരുടെ നാട്ടിലേക്കും പ്രദേശത്തേക്കും മടങ്ങി വന്നാൽ ഫതറ, നിനക്ക് അവരെ കാണാം. എങ്ങനെ കാണാം? അൽ ബഅദു, അവരിൽ ചില ആളുകൾ യുദബ്ബിഹു ലിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. ബഅദമാ ദബഹ ഫിൽ ഹജ്ജി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി അവർ ഹജ്ജിൽ ബലിയർപ്പിച്ചിരിക്കെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ തമത്തുവായിട്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് പോയി ഉംറ നിർവഹിക്കും. ഉംറ കർമ്മം കഴിഞ്ഞ് തഹല്ലുലായിട്ട് സാധാരണ ജീവൻ നയിക്കും. ദുൽഹജ്ജ് 8 താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കും. ഇതാണ് തമത്തുവിൻ്റെ രീതി. ഇങ്ങനെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബലി നിർബന്ധമാണ്. അപ്പോൾ ഹജ്ജിൻ്റെ ബലി അങ്ങനെയാണ്, ദിബുൽ ഹജ്ജ്. ആ ദിബുൽ ഹജ്ജ് അവർ അള്ളാഹുക്ക് വേണ്ടി നിർവഹിക്കുന്ന ബലിയാണ്. പക്ഷേ ഹജ്ജിൽ അള്ളാഹുവിന് വേണ്ടി ബഅദമാ ദബഹ ഫിൽ ഹജ്ജി ലില്ലാഹി തആല, ഹജ്ജിൽ അള്ളാഹുവിന് വേണ്ടി ബലി അർപ്പിച്ച ഈ കൂട്ടർ നാട്ടിൽ വന്ന യുദബ്ബിഹു ലിഗൈരില്ല, അള്ളാഹ് അല്ലാത്തവർക്ക് ബലി അർപ്പിക്കുന്നു. ആ ശുഹദാക്കൾക്ക് വേണ്ടി, ഈ ഔലിയാക്കൾക്ക് വേണ്ടി ആ നേർച്ചാ ദിനത്തിൽ. അങ്ങനെ ഈ സമുദായത്തിന്റെ രീതി അങ്ങനെയാണ് ഏറെക്കുറെ. അദ്ദേഹം നിരീക്ഷിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫയുനാഖിലു നഫ്സുഹു ബിനഫ്സിഹി, അവർക്ക് തന്നെ എതിരായി മാറുന്നു. ഈ ഹജ്ജ് ചെയ്തത് ആ തൗഹീദിന്റെ, ഇസ്ലാമിക അധ്യാപനത്തിന്റെ, ആ താല്പര്യത്തിന്റെ, ആ ലക്ഷ്യത്തിന്റെ വിരുദ്ധമായ പ്രവർത്തനം അവൻ തന്നെ ചെയ്യുന്നു. അവന് തന്നെ എതിരായി പ്രവർത്തിക്കുന്നു.
വയഹ്ദിമു ബുനിയാനഹു അല്ലദീ ബനാഹു. ഹജ്ജിലൂടെ അവൻ നിർമ്മിച്ച ഒരു കെട്ടിടമുണ്ട്. അതൊരു സാങ്കല്പികമായ പ്രയോഗമാണ്. അള്ളാഹുവിന്റെ സ്വർഗം സ്വപ്നം കണ്ട് ഹജ്ജിന് പോയവർ, മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചവർ, അങ്ങനെയൊക്കെയുള്ള ഹജ്ജിന്റെ രീതി. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കർമ്മത്തിലൂടെ നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാക്കി പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ട് ഇനിയുള്ള കാലം തമ്പുരാന് വേണ്ടി ഈ കർമ്മങ്ങളുടെ ഓരോ സ്ഥലവും ഓരോ കർമ്മവും ഓരോ ദിനത്തിലെ അനുഷ്ഠാനങ്ങളും എന്തൊന്നാണോ നമ്മെ പഠിപ്പിക്കുന്നത് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മണ്ണിൽ സക്രിയമായി ജീവിക്കേണ്ടവൻ അവനിപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ തമ്പുരാന്റെ സ്വർഗത്തിൽ ഒരു ഭവനം കെട്ടിയുണ്ടാക്കാൻ ശ്രമിച്ച ഈ മനുഷ്യൻ വയഹ്ദിമു ബുനിയാനഹു അല്ലദീ ബനാഹു, അവൻ നിർമ്മിച്ച കെട്ടിടം അവൻ തന്നെ പൊളിച്ചു. നാട്ടിൽ വന്നപ്പോൾ അവന്റെ രീതി വേറെയായി, അവന്റെ ശൈലി മാറി. ഈ പഠിപ്പിക്കട്ടെ അധ്യാപക വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. അതിന് അദ്ദേഹം സാങ്കല്പികമായി നമുക്ക് മനസ്സിലാകുന്ന ഭാവനയിൽ പറയാൻ ഹജ്ജിലൂടെ അവൻ കെട്ടിപ്പടുത്ത കെട്ടിടം അവൻ തന്നെ തകർത്തു. അവൻ നന്നായിട്ട് ഇഴചേർത്ത് പിരിച്ചെടുത്ത കയർ, ബലിഷ്ഠമായ കയർ അവൻ തന്നെ കഷ്ണം കഷ്ണമായി മുറിച്ചു കളഞ്ഞു. നല്ല ഒരു ബലമുള്ള കയർ, അതിന്റെ ഉപയോഗം നടക്കണമെങ്കിൽ കയറായിട്ട് നിൽക്കണം. അത് കഷ്ണിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കിയാൽ കയറിന്റെ ഉപയോഗം നടക്കില്ല. അതുപോലെ ഈ വിഡ്ഢിത്തം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവർ ചില ആളുകൾ തിരുനബിയുടെ സുന്നത്തിനെ ശരിക്കും പിൻപറ്റുന്നവരാണ്. വേറെ ചില ഹാജിമാരെ കുറിച്ച് പറയാൻ, ഹജ്ജിൽ അവർ മുശ്രിക്കീങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചു. ശിർക്കിന്റെ രീതി ഇല്ലാതെ തന്നെ ഹജ്ജ് ചെയ്തു, മുശ്രിക്കീങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചു. പക്ഷേ അവൻ അവന്റെ പ്രദേശത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അവനെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ അള്ളാഹുവിന്റെ ശത്രുക്കളുമായി സാദൃശ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ ശത്രുക്കൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അള്ളാഹുവെ ഞങ്ങളുടെ ശത്രുക്കളെ, നിന്റെ ശത്രുക്കളെ, ദീന്റെ ശത്രുക്കളെ. 3 പ്രാർത്ഥനയാണ്, 3 ഇനം ശത്രുക്കളാണ്. ഇതൊന്നും തന്നെ, പക്ഷെ 3 ആളുടെ ശത്രു. അള്ളാഹിന്റെ ശത്രുവാണ് ഇവർ, നമ്മുടെ ശത്രുവാണ്, നമ്മുടെ ദീന്റെ ശത്രുവാണ്. അങ്ങനെയുള്ള ഈ ദീന്റെ ശത്രുക്കളായ ഈ ആളുകളുമായി അള്ളാഹുവിന്റെ ശത്രുക്കളുമായി സാദൃശ്യപ്പെടുന്നു. എങ്ങനെ? മിനൽ യഹൂദി വൻ നസാറ വൽ മുശ്രിക്കീൻ. അങ്ങനെ ഇവിടുത്തെ ബഹുദൈവ ആരാധകരുമായി മുശ്രിക്കീങ്ങൾ, യഹൂദരുമായി നസ്രാനികളുമായി അവരോടൊക്കെ അവൻ സാദൃശ്യപ്പെടുന്നു. ഫീ സയ്യിഹിം, അവരുടെ വസ്ത്രധാരണത്തിൽ, മദ്ഹരിയുടെ രൂപത്തിൽ, ആദാത്തുടെ ആചാരങ്ങളിൽ, അഴിയാതുടെ ആഘോഷങ്ങൾ. അപ്പൊ ഇവന്റെ വസ്ത്രധാരണം, ആഘോഷം, ആചാരം, രീതി, ശൈലി, സംസ്കാരം അത് ഇസ്ലാമിന്റെ ശത്രുക്കളുടേതാണ്. ഇസ്ലാമിന്റെ സംസ്കാരമല്ല, ഇബ്രാഹിം നബിയുടെ ആ സംസ്കാരമല്ല, ആ വഴിത്താറിൽ തിരുനബിയുടെ സംസ്കാരവുമല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കണം. സൂറ അൽ ബഖറ 138 വചനം. അള്ളാഹുവേക്കാൾ നിങ്ങൾക്ക് ചേരുന്ന സംസ്കാരത്തെ, വർണ്ണത്തെ നൽകുന്ന വേറൊരു അതോറിറ്റി ഇല്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കെ, നന്നായി ഹജ്ജ് ചെയ്ത ആളുകൾ, ശിർക്ക് സംഭവിക്കാതെ ഹജ്ജ് ചെയ്തവർ, തിരുനബിയുടെ സുന്നത്തിനെ പിൻപറ്റിയവർ നാട്ടിൽ വന്നാൽ പിന്നെ അവരുടെ സംസ്കാരം ഇസ്ലാമിന്റെ ശത്രുക്കളുടേതാണ്. അവിടെ ശീലവും ശൈലിയും രീതിയും വസ്ത്രവും വേഷവിധാനങ്ങളും അവരുടെ വിവാഹങ്ങളും ആഘോഷങ്ങളും വീടിരിക്കലും എല്ലാം ഈ പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സംസ്കാരവുമായിട്ട് ചേരുന്നു എന്നാണ്. ഇത് 2 നിരീക്ഷണമാണ്. ഈ നിരീക്ഷണം മർമ്മമാണ്. എന്തുകൊണ്ട് ഹാജിമാർ തോറ്റുപോകുന്നു? എന്തുകൊണ്ട് ഹജ്ജിന് വർഷാവർഷം നമ്മുടെ പ്രദേശത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഒരു ആയുഷ്കാലത്തിനകത്ത് ഹജ്ജ് യാത്രയപ്പ് കൊടുത്ത, നമ്മുടെ മഹലിൽ നിന്ന് ഉൾപ്പെടെ ഹജ്ജ് യാത്രയപ്പ് കൊടുത്ത ആളുകളുടെ എണ്ണം ഓർക്കുക. ഇപ്പോൾ നാം എത്തിപ്പെട്ട പ്രായത്തിനകത്ത് എത്ര പേര് പോയി? ഇങ്ങനെ ഓരോ പ്രദേശവും വിലയിരുത്തുമ്പോൾ ഒരുപാട് പേർ ഹജ്ജിന് പോയി വന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയില്ല, പക്ഷെ ഒരുപാട് പേര് പോയി വന്നിട്ടുണ്ട്. ഈ പോയി വന്നവർ മുഖേന അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? അവരുടെ കുടുംബത്തെ എങ്ങനെ സ്വാധീനിച്ചു? അവർ ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഈ നാട്ടിൻ പുറത്ത് അവരെന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി? ദൂരെ ദിക്കുന്ന് വരുന്ന ആളുകൾ അവരുടെ പ്രദേശത്തെ സഹോദര സമുദായ അംഗങ്ങളാകുന്ന സാമൂഹ്യ ക്രമത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ആ സാമൂഹ്യ ക്രമത്തിനകത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ നിർബന്ധമാണെന്ന് ഈ നിരീക്ഷണം പഠിപ്പിക്കും. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒരു ആരാധനയാണ്. അത് നിസ്കരിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിരിക്കുന്നത് പോലെ, അടുത്ത നിസ്കാരത്തിന് വരുന്നത് പോലെ, അതിലപ്പുറത്ത് വീട്ടകത്ത് ഇരിക്കുന്ന സമയത്തോ വീട്ടിലോ കുടുംബകാര്യങ്ങളിലോ നമ്മുടെ ഉപജീവന മാർഗത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ നിസ്കാരം നമ്മെ സ്വാധീനിക്കേണ്ടതില്ല എന്ന് പഠിച്ച അതേ തെറ്റായ പഠനം, അതേ പൈശാചിക ഉത്ബോധനം
എല്ലാ കാര്യത്തിലും ഈ സമുദായം ശീലിച്ച് കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാം വിരുദ്ധമായ ശുദ്ധ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലും ബോധ്യപ്പെടാത്ത വിധം അതെല്ലാം ഇസ്ലാമായി മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് പണ്ഡിത സംവിധാനങ്ങൾ അതിനെ മാറ്റിയെടുക്കുകയും അനുയായി വൃന്ദം അന്ധമായ അനുകരണത്തിലൂടെ ആ പണ്ഡിത സംവിധാനത്തിന്റെ ജൽപ്പനങ്ങളെ വേദവാക്യത്തെക്കാൾ മുകളിൽ വെക്കുന്ന ഒരു ക്രമത്തിനകത്ത് നമ്മളിത് ശരിക്കും പഠിക്കണം. അങ്ങനെ ഒരു പഠനം നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ നിരീക്ഷണം, ഉദ്ധരണം മുമ്പിൽ വെക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് അള്ളാഹുവിന് വേണ്ടി ഹജ്ജിൽ ബലിയർപ്പിച്ചവൻ ഇവിടെ വന്ന് അല്ലാത്തവർക്കും ബലിയർപ്പിക്കുന്നു. അവന് ഉലൂഹിയത്തിനും അറുക്കും, ഓമാനൂർ നേർച്ചക്കും അറുക്കും. ഇങ്ങനെയാണ് ഒക്കെ സാധ്യമാകുന്ന രീതിയാണ്. മറ്റു നേർച്ചക്കൊക്കെ അറുക്കും. ഇത് സംഭവിക്കുന്നു. മറുഭാഗത്ത് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. അവർ ഇസ്ലാമിന്റെ തൗഹീദിനൊക്കെ ഉൾക്കൊണ്ടവർ തന്നെ. പക്ഷെ അവർക്ക് അവിടെ സംസ്കാരത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ പറ്റിയില്ല. അവരുടെ വീട്ടകത്ത് ഇസ്ലാമിന്റെ സംസ്കാരമില്ല, അവരുടെ മക്കളിൽ ഇസ്ലാമിന്റെ സംസ്കാരമില്ല, അവിടെ വിവാഹം, ജനനം, മരണം തുടങ്ങി എന്തിനും ഇസ്ലാമിന്റെ കൾച്ചറില്ല. മറിച്ച് അത് ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കീങ്ങളുടെ, യഹൂദ നസ്രാനിയുടെ പാശ്ചാത്യ സംസ്കാരം ഉൾപ്പെടെ, ഈ നാട്ടിലെ ഭൂരിപക്ഷത്തിന്റെ സംസ്കാരം ഉൾപ്പെടെ നാടോടുമ്പോൾ നടുവിൽ കിടന്ന് ഓടാൻ പഠിച്ചവർ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കൈയൊഴിഞ്ഞു എന്ന് ഈ മഹാനായ ഇബ്രാഹിം ബിൻ അബ്ദുല്ലാ ബിൻ അൽ ഹക്കയിൽ നിരീക്ഷിക്കുകയാണ്. ഇതൊരു പഠനമാണ് കൂട്ടരെ. ഇത് ബുദ്ധിയുള്ള മനുഷ്യരെ ഏറെ വേദനിപ്പിക്കുന്ന പഠനമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹജ്ജിന്റെ ഏത് തലം നിങ്ങൾ നോക്കൂ, തൗഹീദാണ് അവിടെ ഉണ്ടാകുക. തൗഹീദ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയാണ് തുടക്കക്കാരൻ. ഇബ്രാഹിം നബി പരിചയപ്പെടുത്തിയത് ഖുർആൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയെ കുറിച്ചും അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം മില്ലത്തിനെ കുറിച്ചും പറയുന്നത് 5 സ്ഥലത്ത് ഈ പ്രയോഗം ഖുർആനിലുണ്ട്. വമാ കാന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവിന്റെ സന്ദേശവുമായി പ്രവാചകൻ നഊദു ബില്ലാഹി നസ്തഗ്ഫിർ ശിർക്ക് ചെയ്യുമോ? ഇല്ല, നമുക്കറിയാം. അത് പ്രവാചകന്മാർ തൗഹീദിന്റെ വക്താക്കളാണ്. പക്ഷെ എന്നിട്ട് ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം മുശ്രിക്കല്ല, ശിർക്കുമായി ബന്ധമില്ല എന്ന് ആവർത്തിച്ച് എന്തിന് പറഞ്ഞു എന്ന് പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു. ബുദ്ധിയുള്ള സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ ഒരു വചനവും ഒരു വാക്യവും ഒരു ഭാഗവും വൃഥാ ആവർത്തിക്കില്ല. അങ്ങനെ ഒരു പദവും ഖുർആനിൽ വൃഥാ വരില്ല. അപ്പോൾ അവിടെ ഒരു ഊന്നലുണ്ട്. വമാ കാന മിനൽ മുശ്രിക്കീൻ സൂറ അൽ ബഖറ 135, സൂറ ആൽ ഇംറാൻ 67, അതുപോലെ സൂറ ആൽ ഇംറാൻ 95, സൂറ അൻആം 161, സൂറ അൻ-നഹ്ൽ 123, 5 സ്ഥലത്ത് വമാ കാന മിനൽ മുശ്രിക്കീൻ മില്ലത്തു ഇബ്രാഹിമിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹത്തിന് ശിർക്കുമായി ബന്ധമില്ല. ഇതിന് പുറമെ സൂറ അൻ-നഹ്ൽ 120 വലം യകു മിനൽ മുശ്രിക്കീൻ എന്ന് വേറെയും ഖുർആൻ, അദ്ദേഹം ശിർക്കുമായിട്ട് ബന്ധവുമില്ലാത്തവനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഭാഗത്തുനിന്ന് ഒരു ആയത്താണ് മുഖത്തിന് ഓതി വെച്ചത്. വിശുദ്ധ ഖുർആൻ സൂറ ആൽ ഇംറാൻ 95 വചനം, കുൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്. നമ്മളോട് പറയാൻ വേണ്ടി തിരുനബിയോട് പറയാം, സദഖല്ലാഹ്, അല്ലാഹ് എത്ര സത്യമായ വർത്തമാനമാണ് പറഞ്ഞത്. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഋജുമാനസനായ വക്രതയില്ലാത്ത തമ്പുരാന്റെ ആദർശത്തെ തെളിഞ്ഞ മനസ്സോടെ, തുറന്ന മനസ്സോടെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയുന്ന വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമയായ ഇബ്രാഹിം, അതാണ് ഹനീഫ്. ആ നിഷ്കളങ്കമായ ഭാവം അത് പലർക്കും സാധ്യമായില്ല. ഇപ്പോഴും കാപ്പട്യമാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിസ്കാരം കഴിഞ്ഞാലും അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിച്ചവൻ മറ്റു പലതിനും വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥാവിശേഷം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ കൈവിട്ട് നാട്ടുനടപ്പിൻ്റെ പേര് പറഞ്ഞ്, പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ്, കാരണവന്മാർ ശീലിച്ച ശീലത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ കൊടിയുടെ നിറത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളുടെ പേര് പറഞ്ഞൊക്കെ അതിനെ മാറ്റിമറിക്കുന്നവർ അവരൊരിക്കലും ഹനീഫൻ എന്ന ഋജുമാനസത എന്ന ഈ നിഷ്കളങ്ക ഭാവം സ്വീകരിക്കാൻ കഴിയാത്തവരാ. അവിടെ മനസ്സിൽ കാപ്പട്യമാണ്, വക്രതയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി പറയുന്നിടത്തൊക്കെ ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ. ആയത്ത് അവസാനിക്കുന്ന അങ്ങനെ, വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹത്തിന് ശിർക്കുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ, അദ്ദേഹം മുശ്രിക്കിൽപ്പെട്ടവനല്ലാന്ന ഈ നിലക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പാഠങ്ങളാ. കുൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഇന്നനി ഹദാനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ നേർവഴിക്ക് നയിച്ചിരിക്കുന്നു, ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ, ചൊവ്വായ വഴിയിലേക്ക്, ദീനൻ ഖിയമ, ഇതാണ് ചൊവ്വായ ദീൻ, മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ പൈതൃകമായ മില്ലത്തായ ഋജുമാനസനായ ഇതിൻ്റെ പാതയായ ഈ മില്ലത്തിലേക്ക് വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കിൽപ്പെട്ടവനല്ല. സൂറ അൻആം 161. പിന്നെയും തിരുനബിയെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്ന വർത്തമാനത്തിൽ സുമ്മാ ഔഹൈനായിലേക്ക് അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, പ്രവാചകരെ നാം താങ്കൾക്ക് വഹിയായി നൽകിയ കാര്യം അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഋജുമാനസനായ ഇബ്രാഹിമിന്റെ പാതയെ താങ്കൾ പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്കുമായി ബന്ധമില്ലാത്ത. അപ്പോൾ ശിർക്കുമായി ബന്ധമില്ല
എന്ന് ഇബ്രാഹിം നബിയെ ആവർത്തിച്ച് ഊന്നി പഠിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ ഇബ്രാഹിം നബി ഷിർക്ക് അരങ്ങ് വാഴാത്ത, ഷിർക്ക് വെന്ന് വീഴാത്ത ഒരു സ്ഥലത്ത് അവിടെയുള്ള തറയിൽ കെട്ടിടം പണിത് കഅബ നിർമ്മാണം പൂർത്തിയാക്കി. സംസമിന്റെ ആഗമനത്തോട് നാഗരിക സമൂഹം ഉടലെടുത്തു. ആ നാഗരിക സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശത്തിൽ ഉയർത്തെഴുന്നേറ്റൊരു സമൂഹമാണ്. അവിടെ ഒരു ഷിർക്കും ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി നേതൃത്വം കൊടുക്കുന്ന കാലം, മകൻ ഇസ്മായിൽ നേതൃത്വം കൊടുക്കുന്ന കാലം അലൈഹിമാ അസ്സലാം, ഒരു ഷിർക്കും അവിടെ ഇല്ല. പിന്നീട് അങ്ങോട്ട് പ്രവാചകന്മാർ അതിനെ ഏറ്റെടുത്തു. അപ്പൊ ഷിർക്ക് ഒട്ടും വന്ന് ഭവിക്കാത്ത ഒരു സ്ഥലത്ത് ഈ കർമ്മത്തെ, ഹജ്ജിനെ നേരെ ചൊവ്വെ പഠിപ്പിച്ച് സംവിധാനിച്ച് ലോകർക്ക് പഠിപ്പിച്ച, ലോകരെ ഹജ്ജിന് വിളിച്ച ആ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുന്നത് ഷിർക്ക് അവിടെ ഇല്ലാത്തൊരു കാലത്ത് അങ്ങ് ഇറാഖിലുണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം വന്നത്. ആ റസൂലിനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ഷിർക്കുമായി ബന്ധമില്ലാത്ത ആളെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച ഭാഗം ഖുർആൻ ആവർത്തിക്കുന്നു. എങ്കിൽ ഷിർക്കുമായി ബന്ധമുള്ളവരായി ജീവിക്കുന്ന ഒരാളുടെയും ഹജ്ജ് തമ്പുരാൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഹജ്ജിന് അവന്റെ ജീവിതത്തിൽ സ്വാധീനമില്ല. അവന്റെ നാട്ടിൽ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ കൊണ്ടു നടക്കുന്ന ഇസ്ലാമോട്ട് വളരുകയില്ല. അതിനെ പരിസരത്താരും അറിയുകയുമില്ല. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട്, തിരുനബിയാണ് പിന്നീട് രംഗത്ത് വരുന്നത്. ഈ ഹജ്ജിനെ കോലപ്പെടുത്തി, ക്രമപ്പെടുത്തി, അതിന്റെ കുഴ തെറ്റിയ ഹജ്ജിനെ ക്രമീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ തിരുനബിയുടെ കൂടെ മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കെ മദീനയിൽ തിരുനബിയും സഹാബത്തും ഹിജ്റ വന്നതിന്റെ 9-ാം വർഷം ആദ്യമായി മുസൽമാന്മാർ ഹജ്ജിന് പോയി. ആദ്യമായി ഹജ്ജിന് അന്നാ പോണത് മദീനയിൽ വന്ന 9-ാം കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ഹജ്ജിന്റെ അമീർ. റസൂലിന്റെ നബുവത്തിന്റെ 22-ാം വർഷമാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറായി ഈ കാഫില ഹജ്ജ് സംഘം ദുൽഹുലൈഫ എന്ന ഇഹ്റാമിൽ പ്രവേശിച്ച് പോയി. റസൂലുള്ളാഹി അലി ബിൻ അബീ ത്വാലിബിനെ പറഞ്ഞയച്ചു. അബൂബക്കർ സിദ്ദീഖ് മക്കയിലെത്തുമ്പോൾ 4 കാര്യം അറിയിക്കാൻ. ആ 4 കാര്യവും അടിവരട്ട് മനസ്സിലാക്കണം മുസൽമാന്മാർ. ഹദീസിൽ ആ കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, തിരുനബി പറഞ്ഞയച്ചത്, 1, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സ് മുഅ്മിന, വിശ്വാസികളല്ലാതെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. ഇത് നമ്മൾ ഇത്തിരി ചിന്തിക്കണം. നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ പാർട്ടിയെ തൃപ്തിപ്പെടുത്താനും അടുത്തൊരവസരം വീണ്ടും കിട്ടാനും പാർട്ടി നേതാക്കന്മാർ എന്നെ അംഗീകരിക്കാനും ഒക്കെ വേണ്ടി അവർ വലിയ വായിൽ സംസാരിക്കുമ്പോൾ ഈ ഹദീസ് മറന്നു പോകരുത്. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സ് മുഅ്മിന, മുഅ്മിനായ ഒരാളല്ലാതെ, മുഅ്മിനായ നഫ്സല്ലാതെ, വിശ്വാസി, നിഷ്കളങ്കമായ വിശ്വാസം സ്വീകരിച്ചവനെ സ്വർഗത്തിൽ പ്രവേശിക്കൂ. അപ്പൊ EMS-ഉം AKG-യും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ, എന്നിട്ട് അവൻ മുസ്ലിമാണെന്ന് തെളിയിക്കാൻ റോഡരികിൽ മുസല്ല സംസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഈ തിരുവചനം വളരെ കൃത്യമാണ്. വിശ്വാസം, ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ സ്വർഗത്തെ പ്രതീക്ഷിക്കുകയും നരകത്തെ ഭയക്കുകയും ചെയ്യുന്നുള്ളൂ. ആദർശമില്ലാത്ത ഒരുത്തനെന്ത് സ്വർഗം, ചാത്തപ്പനെന്തിന് മഹ്ശറ എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഇത് അവർ വിചാരിക്കാത്ത ഒന്നാണ്. ഈ പറയപ്പെട്ട ആളുകൾ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ടോ? വിശ്വാസം അംഗീകരിക്കാത്ത ആളുകൾക്ക് എന്ത് പരലോകം? അപ്പൊ അവർ അംഗീകരിക്കാത്തൊരു പരലോകത്തെ നമ്മളായിട്ട് വെച്ച് കെട്ടണം. അങ്ങനെയൊക്കെ ഒരു വിശ്വാസിക്ക് പാടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കാരണം പുതിയ കാലം ഹജ്ജും നിസ്കാരവും ഉള്ളവരൊക്കെ ഈ കോലത്തിലായി പോയിരിക്കുന്നു. അവിടെയാണ് ഇസ്ലാമിക ആദർശത്തിന്റെ റിസൾട്ട് ജീവിതത്തിലും സമൂഹത്തിലും ഇല്ലാതെ പോകുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വേദനയോടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അത്തരം ഒരു രീതിയിൽ ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് കാര്യമായ തകരാറുണ്ട്. എന്നല്ല, വിശുദ്ധ ഖുർആനിലെ അനന്തരാവകാശ നിയമങ്ങളെ അംഗീകരിക്കാതെ അതിനെ മറികടക്കാൻ വേണ്ടി ഇവിടുത്തെ രജിസ്റ്റർ മാരേജ് സംവിധാനത്തിൽ വീണ്ടും 30 കൊല്ലമായി കൂടെ ജീവിക്കുന്ന ഭാര്യയെ വിവാഹം കഴിക്കുന്ന വക്കീലുമാർ, എന്നിട്ട് അവർ പറയാ ഞാൻ ഇസ്ലാമിന്റെ എതിരൊന്നല്ല, ഇന്ന് രാവിലെയും സുബഹി നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അത്തരം നമസ്കാരക്കാരും ഹാജിമാരും ഒക്കെ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന സാമൂഹിക ക്രമമാണിത്. അവിടെയാണ് ഹജ്ജിനെ ഇങ്ങനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ക്രമം പാലിച്ച് ആ ആദർശം സ്വീകരിച്ച് അതിന് വഴിപ്പെട്ട് സർവാത്മന ആര് ജീവിക്കുന്നുവോ അവർക്ക് കിട്ടുന്ന ഒന്നാണ് സ്വർഗം. അതുകൊണ്ടാണ് ഈ ഹദീസിൽ ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സ് മുഅ്മിന, വിശ്വാസിയല്ലാത്ത ഒരാത്മാവ് സ്വർഗത്തിലെത്തൂല എന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൊടുത്തയച്ചത്. ആദ്യത്തെ ഹജ്ജ് സംഘം മക്കയിലെത്തിയപ്പോ അടുത്ത നിർദ്ദേശം റസൂലുള്ളാഹി പറഞ്ഞ രണ്ടാമത്തെ നിർദ്ദേശം വലാ യതൂഫു ബിൽ ബൈത്തി ഉരിയാന, വലാ യതൂഫു ബിൽ ബൈത്തി ഉരിയാൻ, നെക്റ്ററായിട്ട് ഒരാളും കഅബയെ പ്രദക്ഷിണം വെക്കരുത്. അപ്പൊ അന്ന് കാലത്ത് വിവസ്ത്രരായി കഅബയെ പ്രദക്ഷിണം വെക്കുന്ന രീതി ഉണ്ടായിരുന്നു. നഗ്നതാ പ്രദർശനം, അശ്ലീലം, അനാശാസം, ആ രീതി അവർക്ക് ശീലമായിരുന്നു. അതുകൊണ്ട് കഅബക്കകത്ത് ആളുകൾ കഅബയുടെ പുറത്ത് തവാഫ് ചെയ്യുമ്പോൾ തുണിയില്ലാതെ
ആണും പെണ്ണും തവാഫ് ഒരു പ്രശ്നമായിരുന്നില്ല. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ചില ആഘോഷവേളയിൽ തുണിയില്ലാത്ത സന്യാസിമാർ റോഡ് നിറഞ്ഞു പോകുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും കാണാറില്ലേ? ഇത് തന്നെ. കാരണം അശ്ലീലം ഒരു പ്രശ്നമല്ലാത്തൊരു സാമൂഹ്യ ക്രമം അതായിരുന്നു പഴയ ജാഹിലിയത്ത്. അതുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇനി മുതൽ ഇതാ മുസ്ലിം സംഘം ഹജ്ജിന് വന്നിരിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നഗ്നരായി ഒരാളും തവാഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ അശ്ലീല സംസ്കാരത്തോട് കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുക. അങ്ങനെ ഇസ്ലാം അകറ്റി നിർത്തിയ തുണി ഉയ്യുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഹജ്ജും ഉംറയും നമസ്കാരവും ഒക്കെ ഭംഗിയായി നടക്കുന്ന ഒരു സമുദായത്തിന് കഴിയുന്നില്ല എന്ന് വന്നാൽ, നാട്ടിൽ അരങ്ങേറുന്ന എല്ലാ അശ്ലീലവും അവരെയും കീഴ്പ്പെടുത്തുന്നു എന്ന് വന്നാൽ നമ്മൾ അറിയണം, ഹജ്ജ് അതിൻ്റെ വ്യക്തികളെ സ്വാധീനിക്കുന്നില്ല, അവരുടെ കുടുംബത്തിൽ അത് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല, സാമൂഹ്യ ക്രമത്തിൽ മാറ്റങ്ങൾ സാധ്യമാകുന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞ നിർദ്ദേശം ഇതാണ്, വലാ യഹിജ്ജു ബഅദൽ ആമി മുശ്രികുൻ. ഒരു മുശ്രിക്കും ഈ വർഷത്തിന് ശേഷം ഹജ്ജിന് വരാൻ പാടില്ല. അന്ന് മുശ്രിക്കീങ്ങളാണ് മക്കയുടെ കഅബാലയത്തിന്റെ അധികാരികൾ. പക്ഷേ ഈ സംഘം ഹജ്ജിന് വന്ന ഹിജ്റ 9-ാം വർഷം അവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ അബൂബക്കർ സിദ്ദീഖിനോട് പറയാൻ വേണ്ടി തിരുനബി അലിയുടെ അടുത്ത് പറഞ്ഞയച്ചു റളിയല്ലാഹു തആല അൻഹുമാ, വലാ യഹിജ്ജു ബഅദൽ ആമി മുശ്രികുൻ. ഈ വർഷത്തിന് ഒരു മുശ്രിക്കും ഹജ്ജിന് വരാൻ പാടില്ല. അന്നു മുതൽ നിരോധിക്കപ്പെട്ടതാ. ഷിർക്ക് ആ ഇടത്ത് ഉണ്ടാവാനേ പാടില്ല. കാരണം ആ ഇടം ഷിർക്കിന് പ്രവേശനമില്ലാത്ത ഇടമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയിടത്ത് ഈ പ്രദേശം സംവിധാനിച്ച, ആ ഭവനം സംവിധാനിച്ച, ഈ കർമ്മം സംബന്ധിച്ച ഇബ്രാഹിം നബിയെ ഇങ്ങനെ വമാകാന മിനൽ മുശ്രിക്കീൻ വലം യകുൻ മിനൽ മുശ്രിക്കീൻ എന്നിങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ മുശ്രിക്കീങ്ങൾ കയറി നിറങ്ങിയിരുന്ന ഒരു ക്രമം, അതിനെ മാറ്റിമറിച്ചിന് അവിടെ ഒരാളും വരാൻ പാടില്ല. അതുകൊണ്ട് യഹൂദ നസ്രാനി മുശ്രിക്കീങ്ങൾ ബഹുദൈവ ആരാധകർ വന്നില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിലെ മുശ്രിക്കീങ്ങൾ ധാരാളമായി ചെന്നു. അവർ ചെയ്യുന്ന അതേ ഇടയാള പൂജ നടത്തുന്നവർ, അവർ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകളോട് പൂജിക്കുന്ന തേട്ടം നടത്തുന്ന അതേ രീതി സ്വീകരിച്ചവർ, അവർ ഇരുത്തി പൂജിക്കുന്നു, നിർത്തി പൂജിക്കുന്നു, ഇവരോ കിടത്തി പൂജിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഇത് സംഭവിച്ചു എന്ന് പണ്ഡിതന്മാർ പറയാ. വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഒരു സമുദായം എന്തുകൊണ്ട് എണ്ണപ്പെരുക്കമുണ്ടായിട്ടും മണ്ണിൽ കാലൂന്നാൻ കഴിയുന്നില്ല എന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കണം. അതിന്റെ കാരണം ഇവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്. ആരാധന നിർവഹിക്കാത്തത് കൊണ്ടല്ല, ഈ ഗ്രന്ഥം പാരായണം ചെയ്യാത്തത് കൊണ്ടുമല്ല. പക്ഷേ ലക്ഷണമൊത്ത മുസൽമാന്മാരായി മാറാൻ നിസ്കാരം മുതൽ ഹജ്ജ് ഉൾപ്പെടെ കർമ്മങ്ങൾ ഈ വിശ്വാസികളെ പ്രേരിപ്പിക്കേണ്ടതായിരുന്നു എന്നിരിക്കെ ലക്ഷ്യം മറന്നുപോയ, ലക്ഷ്യം നഷ്ടപ്പെട്ട ആരാധനകൾ, ലക്ഷ്യം മറന്നുപോയ ആബിദീങ്ങൾ, ആരാധന അർപ്പിക്കുന്നവർ, അതുകൊണ്ട് ഒരു മാറ്റവും സംഭവിച്ചില്ല. അതുകൊണ്ട് ഈ രീതി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. നാലാമതായി നൽകിയ നിർദ്ദേശം, തിരുനബിയുമായി ആരെങ്കിലും കരാറിലേർപ്പെട്ട ആരെങ്കിലും മക്കയിലുണ്ടെങ്കിൽ അവരുടെ കരാറിന്റെ കാലാവധി അവസാനിക്കും വരെ ആ കരാർ നിലനിൽക്കും എന്നും അറിയിച്ചു. അതിനൊരു പ്രത്യേകമായ ഊന്നലുണ്ട്. മദീനയുമായി കരാറേർപ്പെട്ട ഗോത്രങ്ങളോ സംഘങ്ങളോ ഉണ്ടെങ്കിൽ അത് റസൂലുമായുള്ള കരാറാണ്. ആ കരാർ അവസാനിക്കും വരെ അവരുമായുള്ള കരാർ നിലനിൽക്കും. അതല്ലാത്ത രീതിയിൽ ഇനിയൊരു ബന്ധം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഷിർക്കുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച ഈ നിർദ്ദേശം തിരുനബി ആദ്യ ഹജ്ജ് സംഘത്തിന്റെ അമീറിനോട് കാഴ്വയുടെ പരിസരത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറഞ്ഞ ഈ 4 നിർദ്ദേശങ്ങളും മുസ്ലിം സമുദായം നേരെ ചൊവ്വേ പഠിച്ചില്ല, മനസ്സിലാക്കില്ല. അതുകൊണ്ട് ഹജ്ജിന് പോകുമ്പോഴും ഇവന്മാർ ഈ ഷിർക്കും പഠിച്ചിട്ടാ പോവുക. മലപ്പുറം ജില്ല 2 കേന്ദ്രങ്ങളിലെ ഹജ്ജ് ക്യാമ്പ് നടക്കാറുണ്ട്. എല്ലാവരും ഗവൺമെന്റ് വിളിച്ച ക്യാമ്പ് എന്ന് വിചാരിച്ച് പൂക്കോട്ടൂരും പോകും, ഈ പുറത്ത് സലാത്ത് നഗറിലും പോകും. ഈ 2 നടക്കുന്ന ഹജ്ജ് ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എത്രമേൽ ഷിർക്ക് നിറഞ്ഞതാണെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഉള്ളവനായിട്ട് പറയേണ്ട കാര്യമില്ല, ആവശ്യക്കാർ പഠിക്ക്. അപ്പൊ ഇതും കേട്ടിട്ടാ പോകുന്നത് തന്നെ, ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ടാ. എന്നിട്ട് അവിടെ ചെന്ന് ഹജ്ജ് കഴിഞ്ഞു വന്നാൽ പിന്നെയും ഈ ഷിർക്കിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടർ. അങ്ങനെ ഷിർക്കുമായിട്ട് പുലബന്ധമില്ലാത്തൊരു ഇബ്രാഹിമി മില്ലത്തിൽ തുടക്കം കുറിച്ച് അതിൽ ക്രമം തെറ്റിയപ്പോൾ ആ ക്രമത്തെ വീണ്ടും ശരിയായ ക്രമത്തിലേക്ക് കൊണ്ടുവന്ന തിരുനബിയുടെ ഈ ഹാജിമാർ ഒത്തുകൂടുന്ന മുസ്ലിം സമൂഹത്തിലെ ആദ്യത്തെ ഹജ്ജ് സംഘം, മുസ്ലിം സമുദായത്തിലെ ആദ്യത്തെ ഹജ്ജ് സംഘം കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് വന്നപ്പോൾ അവിടെ വെച്ച് നടത്തിയ പ്രഖ്യാപനത്തിന് 4 നിർദ്ദേശങ്ങളും ബഹുദൈവ ആരാധനാ ക്രമത്തോട് ഒരു അടുപ്പവുമില്ലാത്ത, സംസ്കാരം തൊട്ട് തീണ്ടാത്ത ലക്ഷ്യപൂർണമായ ഒരു സമുദായമായി മാറുന്നതിന്റെ ഭാഗമായ നിർദ്ദേശമാണ്. എങ്കിൽ ആ നിർദ്ദേശമെല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഈ പുരോഹിത വർഗം ഉണ്ടാക്കിയെടുത്ത ശിർക്കൻ ചിന്താധാരയിൽ
മുന്നോട്ട് പോകുന്ന ഒരു സമുദായത്തിന്റെ ജീവിതത്തിൽ ഹജ്ജ് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല, കുടുംബത്തിലുണ്ടാവില്ല, അവർക്ക് നാട്ടിൽ ഒരു ഗുണപരമായ മാറ്റവും സാധ്യമാവില്ല എന്ന് സഹോദരന്മാരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഹദീസിനെ തിരുനബി നൽകിയ നിർദ്ദേശങ്ങളെ വിശദീകരിച്ച് മുഹദ്ദിസീങ്ങൾ പറയാ, തിരുനബിയുടെ ഈ വർത്തമാനത്തിൽ തൗഹീദ് ശരിക്ക് പ്രകടമാകുന്ന ഒരു ഭാഗം, ലാ യഹിജ്ജു ബഅദൽ ആമി മുശ്രികുൻ, ഈ വർഷത്തിന് ശേഷം ഒരു മുശ്രിക്കുടെ ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഈ വർഷം അഥവാ ഹിജ്റ 9-ാം വർഷം, നുബുവത്തിന്റെ 22-ാം വർഷം, മുസ്ലിം സമുദായം ആദ്യമായി ഹജ്ജിന് വന്ന വർഷം, ആ വർഷത്തിന് ശേഷം ഒരു മുശ്രിക്കുടെ ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശത്തിൽ വളരെ കൃത്യമാണ്. വഹാദാ അബ്ലഗു മദ്ഹരി മിൻ മലാഹിരി തൗഹീദ്, ഇസ്ലാമിന്റെ തെളിഞ്ഞ ഏകത വിശ്വാസത്തിന്റെ ഏറ്റവും പ്രകടമായ ഭാവത്തെ അവിടെ സംവിധാനിക്കുകയായിരുന്നു ഇസ്ലാം എന്നാണ്. അപ്പൊ ശിർക്കുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന ശരിയായ പാഠം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആ വഴിത്താരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നേരെ ചൊവ്വേ പഠിപ്പിച്ചിരിക്കെ, ആ യാഥാർത്ഥ്യം മറന്നുപോയ മുസൽമാന്മാർ നാട്ടിലെത്തിയിട്ട് ജീവിക്കുന്ന കഥയാണ് ബഹുമാനനായ പണ്ഡിതൻ നിരീക്ഷിച്ച കാര്യം ആമുഖത്തിൽ ഓതി പറഞ്ഞു വെച്ചത്. അപ്പൊ ഇത് യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എന്നല്ല ഇവർ നിർവഹിക്കുന്ന ഓരോന്നും ഇഹ്റാമിൽ തൽബിയത്ത് ചൊല്ലുമ്പോൾ ആ തൽബിയത്ത് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇത് ചൊല്ലാതെ ഏതെങ്കിലും ആളുകൾ ഷിയ ആവട്ടെ സുന്നി ആവട്ടെ ഹജ്ജിന് പോയോ? ഇല്ല. പക്ഷേ ലാ ശരീക ലക ലാ ശരീക ലക എന്ന ആവർത്തിച്ച വാക്യം നാവിൻ തുമ്പിൽ ഉണ്ടായിരിക്കെ അതവരെ സ്വാധീനിച്ചില്ല, ആ ശിർക്ക് അവർ പഠിച്ചില്ല. അത് കഴിഞ്ഞിട്ടോ ഈ തൽബിയത്തിനെ കുറിച്ച് പണ്ഡിതൻ പറഞ്ഞു, ഫഇന്നൽ മുലബ്ബി ബിഹാദിഹിൽ കലിമാത്തി ഹഖ്ഖൻ വസിദ്ഖ, തൽബിയത്ത് ചൊല്ലുന്ന ഈ കക്ഷി യാഥാർത്ഥ്യത്തോടെ സത്യസന്ധമായിട്ട് പറയുന്ന വാക്യം എന്താണെന്ന് അറിയാമോ? അതിന്റെ പൊരുൾ ലാ യദഉ ഇല്ലല്ലാഹ്, അവൻ അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. വലാ യസ്തഈസു ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവോട് മാത്രമേ സഹായം തേടാവൂ. വലാ യതവക്കലു ഇല്ലാ അലല്ലാഹ്, അല്ലാഹുവിൽ മാത്രം ബരമേൽപ്പിക്കാവൂ. വലാ യദ്ബഹു വലാ യൻദുറു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുക്കല്ലാതെ ബലിയർപ്പിക്കാനോ അല്ലാഹുക്കല്ലാതെ നേർച്ചയിടാനോ പാടില്ല. വലാ യസ്രിഫു ശൈഅൻ മിനൽ ഇബാദത്തി ഇല്ലാ ലില്ലാഹ്, ആരാധനയായിട്ടുള്ള ഒന്നും അല്ലാഹയല്ലാത്ത ഒരാൾക്കും നൽകാൻ പാടില്ല. വഹിയ ബിഹഖ്ഖി കലിമത്തി തൗഹീദി ഖാലിസ, നിഷ്കളങ്കമായ തൗഹീദിന്റെ ഈ തൽബിയത്തിന്റെ ഉത്തരം അതിന്റെ മർമ്മം അതാണെന്ന്. വഹിയ മുഖാലിഫത്തു ലിമാ കാനൽ കുഫാർ, കാഫിരീങ്ങളായ ആളുകൾ മുശ്രിക്കീങ്ങൾ ഹജ്ജിന് വന്നുമ്പോൾ അവർ ചൊല്ലിയ തൽബിയത്തിന് എതിരാണ്. അവരെന്താ ചൊല്ലുക? അവർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞിട്ട് കൂടെ വേറൊരു കാര്യം കൂടി കൂട്ടും. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞിട്ട് ലബ്ബൈക ലാ ശരീക ലക എന്ന് പറഞ്ഞിട്ട് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. അങ്ങനെ മുശ്രിക്കീങ്ങൾ തൽബിയത്തില്ല. കാരണം അവർ ശിർക്കിനെ വിടാൻ, ലാത്ത ഉസ്സ മനാത്തമാരെ വിടാൻ അവർക്ക് പറ്റില്ല. അപ്പൊ അവർ ഈ തൽബിയത്തിൽ മാറ്റം വരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു ലബ്ബൈക്ക്, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു, ലാ ശരീക ലക, നിനക്ക് പങ്കുകാരനില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വക ഇല്ലാ ശരീകൻ ഹുവ ലക്, നീ നിനക്കായി പങ്കാളികളാക്കിയ ആളുകളല്ലാതെ. ആര്? ലാത്ത ഉസ്സ മനാത്തമാരെ അള്ള പങ്കാളിയാക്കി ഇവർ സ്ഥാപിക്കുക. ഇതേ രീതി നമ്മൾ പറയുന്നില്ല. ഈ പോണ മുസൽമാന്മാരാണ് തൽബിയത്തിൽ ഇങ്ങനെ ഒരു ഇടവാക്യം ചേർത്തില്ല. പക്ഷെ ഇവർ പോകുമ്പോ കുറെ ഔലിയാക്കളുടെ കേന്ദ്രങ്ങളിൽ കറങ്ങി, കുറെ മക്ബറകളിൽ കറങ്ങി, അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പോയി. അവിടെ ചെന്നിട്ട് വന്നാൽ ഇതിനെ തുറന്നു. അപ്പൊ ഇവര് പറഞ്ഞില്ല തൽബിയത്തിൽ ഇന്ന ഇന്ന ആളുകളൊക്കെ നിന്റെ ശരീക്കുകളാണെന്ന് അവർ പറഞ്ഞില്ല. മുശ്രിക്കീങ്ങൾ പറഞ്ഞ പോലെ മുശ്രിക്കീങ്ങളുടെ സത്യസന്ധത പോലും ഇവർക്കില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. പക്ഷെ ഇവർ കാപ്പട്യമായിട്ട് ഈ രീതി സംവിധാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പൊ ഈ തൽബിയത്തിൽ അവർ കാണിച്ച അതേ രീതി ഒട്ടും മാറാൻ കഴിഞ്ഞില്ല എന്ന് വളരെ കൃത്യമാണ്. അപ്പൊ ഈ രീതിയിൽ തൗഹീദിനെ ശരിക്കും സ്ഥാപിക്കുന്ന, അതിന്റെ ഇഹ്റാമിൽ തൽബിയത്ത് മുതൽ അങ്ങോട്ട് ഓരോ കർമ്മങ്ങളും തൗഹീദിന്റെ ശരിയായ ഭാഗമായിരിക്കെ ആ തൗഹീദിനെ വിട്ട് ഷിർക്കിന്റെ വഴി സ്വീകരിക്കുന്ന ഒരുപാട് ആളുകൾ, അതുകൊണ്ട് അവർക്കൊരിക്കലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അഥവാ ഈ ഇടങ്ങളെ, ഈ ദിവസങ്ങളെ, ഈ കർമ്മങ്ങളെ മാനിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റില്ല? അവിടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഭയമേതുമില്ല. ഖുർആൻ പറയുന്നു, ദാലിക, അങ്ങനെ സംഭവിക്കാൻ കാരണം അള്ളാഹുവിന്റെ ഷിആറുകളെ ആര് മാനിക്കുന്നുവോ അവർക്കാണ് ഹൃദയത്തിൽ തഖ്വയുണ്ടാവുക. അപ്പൊ മിന, അറഫ, മുസ്ദലിഫ, ഈ കഅബയും പരിസരവും, സഫ, മർവ, അവിടെ നടക്കുന്ന കർമ്മങ്ങൾ, ഈ ദിനങ്ങൾ, അതിലൂടെയൊക്കെ പഠിക്കുന്ന ഈ അള്ളാഹിന്റെ ഷിആറുകളുടെ ശരിയായ പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പേടിയുണ്ടാകും. പേടിയുള്ളവർ ഈ തൗഹീദിനെ മുറുകെ പിടിക്കും. അതിവർക്ക് ഭയമില്ലാത്തത് കൊണ്ട്, അവർക്ക് ഈ ചിഹ്നങ്ങളെ മാനിക്കുന്ന രീതി ഇല്ലാത്തത് കൊണ്ട് അവർ ജീവിക്കുന്നത് ഇപ്പോഴും ഈ ഷിർക്കിൽ തന്നെയാണെന്ന് കുറെ അധികം ആളുകൾ അങ്ങനെയാണെന്ന്. ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, ഖാലിഫു അൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് എതിരാവണം, ഷിർക്കിന്റെ രീതി നിന്ന് മാറണം.
ഷിർക്കുമായിട്ടൊരു ബന്ധവും പാടില്ല, ഷിർക്കൻ രീതി ഇസ്ലാമിലില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കെ അത് പാലിക്കാൻ കഴിയുന്നില്ല. വീണ്ടും അദ്ദേഹം നിരീക്ഷിക്കുന്നു, ഈ പറയുന്ന ഇബ്രാഹിം ബിൻ അബ്ദുല്ലാ ബിൻ അൽ-അഖീൽ വമിൻഹും മൻ യുഅദ്ദി ഫരീദത്തുൽ ഹജ്ജ്, നിർബന്ധമായ ഹജ്ജ് നിർവഹിക്കുന്ന കുറെ ആളുകൾ ഈ സമുദായത്തിലുണ്ട് കേട്ടോ. വയരീഖു ഖൽബുഹു ഫീഹി, ഹജ്ജിൽ അങ്ങ് ഏർപ്പെട്ടുമാർ ഹൃദയം വല്ല നൈർമല്യമുള്ളതായി മാറും, കണ്ണുകൾ നിറയും, അവന് ഈമാനൊക്കെ ഉണ്ട്, അതിലങ്ങ് മുഴുകും. എന്നിട്ടോ വയുജദ്ദിദുൽ ഉബൂദിയതലില്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ദിനങ്ങൾ അവൻ കർമ്മങ്ങൾ ചെയ്യുക. വയുഖ്ലിസുദ്ദീന ലഹു, അവന്റെ നിഷ്കളങ്കമായ സമർപ്പണം അള്ളാഹ്ക്ക് കൊടുക്കും. പക്ഷേ ഹജ്ജ്, പിന്നീട് ഈ കക്ഷി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ തറക്കസ്വല, അവൻ നമസ്കാരത്തിന് ചൈതന്യത്തെ കളഞ്ഞു കുളിച്ചു. നിസ്കരിക്കൂല എന്ന് പറഞ്ഞില്ല, നിസ്കരിക്കുന്നുണ്ടാകും. പക്ഷേ തറക്കസ്വല, നിസ്കാരത്തിന്റെ ചൈതന്യം, നിസ്കാരം കൊണ്ട് തന്റെ ജീവിതത്തിൽ വരേണ്ട മാറ്റം, കുടുംബത്തിൽ വരുത്തേണ്ടുന്ന മാറ്റം, സമൂഹത്തിൽ ഇടപെടേണ്ട മാറ്റം, അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയി. നമ്മൾ ഖുർആൻ പഠിപ്പിച്ച പോലെ ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരം കൊണ്ട് തങ്ങൾ വരേണ്ട മാറ്റം എന്നതിനെ കുറിച്ച് മറന്നുപോയവർ. അതുപോലെ സക്കാത്ത് തടഞ്ഞു എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുത്തില്ല എന്നല്ല, സക്കാത്ത് കൊടുക്കും. പക്ഷേ സക്കാത്ത് ആകുന്ന ഈ വിശുദ്ധ ഖുർആന്റെ സാമ്പത്തിക ശാസ്ത്രം അവനെ സ്വാധീനിക്കൂല. കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തികം അവനെ സ്വാധീനിക്കും, ക്യാപിറ്റലിസ്റ്റ് വീക്ഷണവും സ്വാധീനിക്കും, ലിബർ ചിന്തയും സ്വാധീനിക്കും, അവന്റെ കച്ചവട താല്പര്യങ്ങളും വിപണി മൂല്യങ്ങളും സ്വാധീനിക്കും. സക്കാത്ത് ഒരു സാമ്പത്തിക ക്രമമാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു സാമ്പത്തിക വീക്ഷണം. ആ സാമ്പത്തിക കാഴ്ചപ്പാട് ഉൾക്കൊള്ളൂല, ആള് സക്കാത്ത് കൊടുക്കും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് അങ്ങനെ അവൻ പുതിയ കുറ്റങ്ങളിലേക്ക് മടങ്ങി. ഹജ്ജ് കഴിഞ്ഞു വന്ന കക്ഷികൾ, അവർക്ക് ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ ചൈതന്യം പാലിക്കാൻ പറ്റിയില്ല, ഈ നിസ്കാരം പ്രചോദിപ്പിച്ചില്ല, അവർക്ക് ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമത്തെ സ്വീകാര്യമായില്ല, അതിന് അനന്തരാവകാശ നിയമം ഒരു സ്വീകാര്യമല്ല അവർക്ക്. എന്നാൽ അവർ മറ്റു ഈസങ്ങളുടെ സാമ്പത്തിക കാഴ്ചപ്പാടിനെ അംഗീകരിച്ചു, അവർ വിപണി മൂല്യങ്ങളെ മുറുകെ പിടിച്ചു. നാട്ടിൽ എങ്ങനെയാണോ കാര്യങ്ങൾ അങ്ങനെ തന്നെ അവന്റെ കച്ചവടം. അതുകൊണ്ട് പലിശയും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും കൈക്കൂലിയും പാർട്ടിക്കാരെ സ്വാധീനിച്ച് ജോലി നേടലും സ്വന്തക്കാരെ തിരികെ, അങ്ങനെ സകല ക്രമക്കേട് ഈ കക്ഷി കാണിച്ചു. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് വിഹിതം പറ്റിയവൻ തറവാടിന് അസ്ഥിവാരമിട്ടു, അതിന് രണ്ടാമത് നില പണിതു. അങ്ങനെയാണ്, അങ്ങനെ പൊതുജനത്തിന്റെ സ്വത്തിൽ നിന്ന് വിഹിതം പറ്റി ജീവിച്ചു. സക്കാത്തിന്റെ ക്രമം സ്വാധീനിച്ചില്ല. ഇങ്ങനെ മനസ്സിലാക്കണം, സക്കാത്ത് കൊടുത്തില്ല എന്നല്ല. അപ്പൊ ഈ രീതിയിൽ ജീവിക്കുന്ന കുറെ നല്ല മനുഷ്യന്മാർ നന്നായിട്ട് ഹജ്ജൊക്കെ ചെയ്താ, ഇത് കൃത്യമായിട്ട് ആ പണ്ഡിതൻ പറഞ്ഞു വെച്ചത് കൊണ്ട് നമുക്കത് നേരെ ചൊവ്വേ പറയാൻ അവസരമായി. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഓരോ സമൂഹത്തിനും അല്ലാഹു നിശ്ചയിച്ച മൻസക്, ആരാധന, അതിന് വലിയ ഉദ്ദേശമുണ്ട്. ഖുർആൻ പറഞ്ഞു വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഓരോ ഉമ്മത്തിനും അല്ലാഹു ചില ആരാധനാ രീതികളും ശൈലിയും സംവിധാനവും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നിങ്ങൾ അറുക്കുന്ന ബലി. അതുകൊണ്ട് ആ മൃഗങ്ങളുടെ മേൽ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടിയും, ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഓർക്കണം നിങ്ങളുടെ ഇലാഹ് ഏകനായ അല്ലാഹു മാത്രമാണ്. ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് മാത്രം വിധേയപ്പെടണം. ബലി അറുത്ത കൂട്ടരാ, പക്ഷെ ബലി അറുത്തവനും അള്ളാഹിന്റെ കൽപ്പനക്ക് വിധേയപ്പെടാൻ കഴിയുന്നില്ല. അവനും ഈ പറയുന്ന കൊടിയുടെ മാനിഫെസ്റ്റോടെ പറയുകയാണ്, അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന്റെ പറയുകയാണ്. അള്ളാഹ് ബലിയുമായി ബന്ധപ്പെട്ട് മൻസക, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ട് ബലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബലി അറുക്കുന്ന മൃഗത്തിന് മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യാഥാർത്ഥ്യം അടിവരട്ട് പറ. അതുകൊണ്ട് ഫലഹു അസ്ലിമു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നെങ്കിൽ ആ അള്ളാഹ്ക്ക് വഴിപ്പെടുവിൻ. ഖുർആനിന് എതിരായി ജീവിക്കുന്ന മനുഷ്യർ പഠിക്കണം. ഫലഹു അസ്ലിമു, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുവിൻ. വബശ്ശിരിൽ മുഖ്ബിതീൻ, അതുകൊണ്ട് തമ്പുരാനുൽ വിനീത വിധേയരായി ജീവിക്കുന്ന മനുഷ്യർക്ക് ബഷീർ, സന്തോഷ വാർത്ത, അവർക്കേ സന്തോഷിക്കാൻ അവസരമുള്ളൂ. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നു, നിസ്കരിക്കുന്നു, ബലി അറുക്കുന്നു, ഹജ്ജിന് പോയി, ജീവിതത്തിൽ ഇസ്ലാമിന്റെ സ്വാധീനങ്ങളില്ല, അവന്റെ കുടുംബത്തിൽ ഇസ്ലാം ഇടപെടുന്നില്ല, അവന്റെ കച്ചവടത്തിൽ ഇസ്ലാമിന് ഇടപെടില്ല, അവന്റെ സാമൂഹ്യത്തിൽ ഇസ്ലാം ഇടപെടുന്നില്ല, സംസ്കാരത്തെ ഇസ്ലാം സ്വാധീനിക്കുന്നില്ല, അവന്റെ നാട്ടിൽ ഇസ്ലാമികമായ ബാധ്യത നിർവഹണത്തിൽ അവന്റെ പങ്കാളിത്തമില്ല. അങ്ങനത്തെ ഒരുപാട് മനുഷ്യർ ഹജ്ജിന് പോയി വരുന്നു എന്ന് ഈ സൗദി പണ്ഡിതന്റെ പഠനത്തിന്റെ ഭാഗമായി സമർപ്പിക്കുക. സഹോദരന്മാരെ, നമ്മൾ വല്ലാതെ പേടിക്കുന്ന ഒരു ഭാഗമാണ്. ഇതേ നിരീക്ഷണം നടത്തിയ നമ്മുടെ നാട്ടിലെ പണ്ഡിതൻ അല്ലാമ ഇഖ്ബാൽ, അറിയപ്പെടുന്ന കവിയാണ്. അദ്ദേഹം വളരെ വേദനയോടെ മദീനയിലേക്കുള്ള യാത്രയെ വിശദീകരിച്ച കവിതയിൽ പറയുന്നുണ്ട്, മുസ്ലിം സമുദായത്തിന്റെ നിസ്സഹായതയും അതുപോലെ തന്നെ അവരുടെ ആ സമുദായത്തിന്റെ സംസ്കാരത്തോടുള്ള ഇസ്ലാമിക സംസ്കാരത്തെ വിട്ടിട്ട് പാശ്ചാത്യ സംസ്കാര നിർലജ്ജം അനുകരിക്കുന്ന രീതിയെ മുമ്പിൽ വെച്ചുള്ള കവിതയിൽ അദ്ദേഹം ഒരുപാട് വേവലാതി പറയുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഹാജിമാരോട്, നിങ്ങൾക്ക് സംസമും ഈത്തപ്പഴവും മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ?
നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ സംസമും ഈത്തപ്പഴവും മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല കൊണ്ടുവരാൻ, വേറെ ഒന്നും കിട്ടിയില്ല നേടാൻ. ഈ 6 ദിവസം അവിടെ കിടന്ന് കറങ്ങിയിട്ട് ഈ സ്ഥലത്തിന്റെ, ഈ ഇടത്തിന്റെ, ഈ ഷിയാറുകളുടെ, ഈ പാടങ്ങളുടെ, ഈ മില്ലത്തിന്റെ, ഈ തിരുസുന്നത്തിന്റെ പാതയിൽ നിങ്ങൾക്ക് ഒന്നും കൊണ്ടുവരാനുണ്ടായില്ല. നിങ്ങൾ സംസത്തിന്റെ കാനും പിടിച്ച് 10 കിലോ ഈത്തപ്പഴം പിടിച്ച് വന്നല്ലേ എന്ന് അല്ലാമ ഇഖ്ബാൽ ചോദ്യം സഹോദരന്മാരെ കണ്ണു തുറപ്പിക്കുന്നതാ. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ആരാധനകൾ മുറതെറ്റ് നടക്കുന്ന ഒരു സമുദായത്തിന് മണ്ണിൽ നിലകൊള്ളാൻ കഴിയില്ല. അവർ ഇസ്ലാമിനെ വിട്ടു, ഇസ്ലാമിന്റെ തൗഹീദിനെ വിട്ടു, ശിർക്കൻ രീതികളെ സ്വീകരിച്ചു. പിന്നെയോ അത്തരം ശിർക്കൊന്നും ചെയ്യാത്ത പലരും മറ്റു പല സംസ്കാരത്തിന്റെയും ഭാഗമായി. സാമ്പത്തിക സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല, കുടുംബ സംസ്കാരം വിവാഹ സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല. അവർക്ക് നാട്ടിൽ ഇസ്ലാമിന് പണിയെടുക്കാൻ സമയമല്ല, അവരിന് താല്പര്യമുള്ളവരല്ല. അവർ പിടിക്കുന്ന കൊടിയും നിറവുമൊക്കെ നോക്കിയിട്ട് അവരങ്ങനെ മുന്നോട്ട് പോയി. അതുകൊണ്ട് അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ചൊരു മഹാപണ്ഡിതൻ പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്. വഹാദാ മസ്ജിദുൽ ഉദാഹരണമാണ് കേട്ടോ. നല്ല പണി ചെയ്യുന്ന കുറെ ആൾക്കാർ അല്ലാഹു ഉദാഹരിക്കുക, ഹജ്ജ് ഉൾപ്പെടെ ചെയ്തവർ. എന്നിട്ടോ സുമ്മ യുഹദ്ദിമുഹു, പിന്നീട് അവർ ആ പ്രവർത്തനം മൊത്തം പൊളിച്ചു കളയുന്നു. സുമ്മ യുഹദ്ദിമുഹു, പിന്നെ പൊളിച്ചു കളയുന്നു. വഫീ ഹാദാ ദമ്മുൻ, അങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങളെ പൊളിച്ചു കളയുന്ന രീതിയിൽ പിന്നീട് മണ്ണിൽ വന്നിട്ട് ജീവിക്കുന്ന ഹാജിമാർ. വഫീ ഹാദാ ദമ്മുൻ, ഇതൊരു വലിയ കൃത്യമായ ആക്ഷേപമാണ്. വതൗബീഹുൻ ദാഹിർ, വളരെ കൃത്യമായ ശാസനയാണ്. അതുകൊണ്ട് ഈ നിരൂപണത്തിൽ മർമ്മമുണ്ട്. നമ്മുടെ സമയത്തിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ഓരോ ആരാധനയും നമ്മെ അള്ളാഹുവോട് കൂറുള്ളവനും അള്ളാഹുവിനോട് കടപ്പാടുള്ളവനും ആ മാർഗത്തിൽ സാധ്യമായ പ്രവർത്തനമായി നിരന്തരം മുന്നോട്ട് പോകേണ്ടവനും അതിനപ്പുറത്തുള്ള ഒരു സംസ്കാരത്തെയും വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്തതും മതിൽ കെട്ടി മാറ്റി നിർത്തേണ്ടതുമായ കൃത്യമായ വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവബോധമുള്ളവരായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആ ഒരവസ്ഥയിൽ മുസൽമാന്മാർ ജീവിക്കുമ്പോഴേ ഹാജിമാരുടെ എണ്ണം പെരുകുന്ന മുറക്ക് ഒരു സമുദായത്തിൽ നന്മയുടെ വേലിയേറ്റമുണ്ടാകൂ. അല്ലാത്ത പക്ഷെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഹജ്ജ് കഴിഞ്ഞാലും കാണാൻ കുറെ കോലങ്ങൾ. നമസ്കാര സ്ഥാനത്ത് അവരെ നമുക്ക് കൃത്യമായി കാണാമെന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റു അധികം മാറ്റങ്ങൾ കാണുന്നില്ല. ഈ ദുരന്തം ഒരു മഹാദുരന്തമാണ്. അതുകൊണ്ട് ഈ ദുരന്തത്തെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്റെ വർത്തമാനത്തിൽ മർമ്മമുണ്ട്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, നാഥൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നമ്മെ ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാൻ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്ന എല്ലാവരുടെയും നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا رب.